നമ്മളിപ്പോൾ പ്രതിപക്ഷ നേതാവും എം.പി. ജയരാജനും ഞാനും കൂടിയാണ് രാവിലെ 9 മണി മുതൽ ഇവിടെയുള്ള CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഖാവ് ശശി ഉൾപ്പെടെ ഈ പ്രദേശങ്ങളെല്ലാം പോയത്. മീനാക്ഷി പാലത്തിൻ്റെ ചുറ്റുവട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ മൺകൂനയായിട്ട് മാറിയിരിക്കുകയാണ് മീനാക്ഷി പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് രണ്ട് ഭാഗങ്ങളിൽ. ഇപ്പോഴ് ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബോഡി കൂടി ലഭിക്കുകയുണ്ടായി. ഇപ്പോഴ് 4 പേരെ കണ്ടെത്താനും അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കണക്കനുസരിച്ച് ഇനിയും 4 പേരാണ് കണ്ടെത്താനുള്ളത്. ആ 4 പേരെ സംബന്ധിച്ചും വ്യക്തമായ ചിത്രം അവരെ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കവിടെ ഇനി അങ്ങോട്ട് തിരിച്ചു പോയി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ സാധിക്കുന്നതല്ല. അവരാ ഭീതിയാണ് ഞങ്ങളോട് പങ്കുവെച്ചത്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവർ രക്ഷപ്പെട്ട് അവർ അപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളുടെയും ഈ പ്രൊജക്റ്റിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ താമസ സൗകര്യവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതെല്ലാം ഗൗരവപൂർവ്വം ആലോചിച്ച് അവരെയും പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പോഴെല്ലാവരും ചേർന്നുകൊണ്ട് ഫലപ്രദമായ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകണം. കാരണം ഇനിയും 4 പേരെ കണ്ടെത്താൻ ബാക്കി കിടക്കുകയാണ്. തൽക്കാലത്തേക്ക് റോഡ് സൗകര്യമായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പാലവും കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റ് വരെ അതിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം വരെ മണ്ണും ചളിയും കൊണ്ട് മൂടിയതായിരുന്നു. അതൊക്കെ ഇപ്പോഴും കുറേ മാറ്റിയിട്ടുണ്ട്, മാറ്റി ഗതാഗത യോഗ്യമായിട്ടുണ്ട്. എന്നാൽ പോലും വളരെ വലിയ പ്രയാസം ആ പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാറ്റിപ്പാർപ്പിക്കപ്പെട്ട കുടുംബങ്ങളെല്ലാം പറഞ്ഞത് അതുതന്നെയാണ്, പ്രയാസകരമാണ് എന്നതാണ്. അത് ഗൗരവപൂർവ്വം കാണണം. ആവശ്യമായ പരിശോധന അതുപോലെ തന്നെ അന്വേഷണം നടത്തുകയും വേണം. എന്നിട്ട് പ്രോജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവിയിൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാര്യം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം അന്വേഷണം, എന്തെല്ലാം പരിശോധന ഇനിയും വേണോ അതൊക്കെ നടത്തി ഫലപ്രദമായ രീതിയിൽ പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിൻ്റെ മറവിൽ പ്രൊജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ല. എന്നാൽ ഇപ്പോഴെ തന്നെ പ്രൊജക്റ്റ് ഇന്നത്തെ പോലെ തന്നെ തുടരണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നല്ല പരിശോധന, ആവശ്യമായ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തി ഫലപ്രദമായി കാലാവസ്ഥ മാറുന്ന സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ. നിർമ്മാണത്തിലെ അപാകതകളാണ് അല്ലെങ്കിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാവാൻ കാരണം എന്നുള്ള രീതിയിൽ GSAയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ഞങ്ങളവിടെ പോയല്ലോ. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടത് എന്താ വെച്ചാൽ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് അവിടെ തന്നെ ഉണ്ട്, ഒരു വലിയ ഭാഗം. നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഞങ്ങളിപ്പോൾ കണ്ടു കൂട്ടിയിട്ട മണ്ണ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇങ്ങേ ഭാഗത്ത് ഇടതു ഭാഗത്തുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വലതു ഭാഗത്ത് ഇപ്പോൾ ഉള്ള കൂന, അതായത് മീനാക്ഷി പാലത്തിൻ്റെ വലതുഭാഗത്ത് വലിയ കൂന ഇപ്പോഴുണ്ട്. വലിയ മണ്ണ് സംഭരിച്ചാറ് വെച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെ മാറ്റണമെന്ന് മുമ്പ് തീരുമാനിച്ചതാണ്, പക്ഷെ മാറ്റിയിട്ടില്ല. മാറ്റുന്നില്ലെങ്കിൽ മാറ്റാൻ ആവശ്യമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വീണ്ടും മണ്ണുണ്ടായിരുന്നത്. അതിൻ്റെ ഈ മല ഇങ്ങോട്ട് ഇടിഞ്ഞ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് സംരക്ഷണം ഉണ്ടായിരുന്നു. ആ സംരക്ഷണത്തിൽ ഒരു ഭാഗം നമുക്ക് അവിടെ കാണാനുണ്ട്. പക്ഷെ വലിയ മല ഇടിച്ചിലാണ് ഉണ്ടായത്. ആ മല ഇടിച്ചൽ വരുമ്പോൾ മണ്ണും വെള്ളവും എല്ലാം കൂടി ചേർന്ന് വന്ന് അത് പോകുന്ന വഴിയിലുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പാലത്തിലേക്കും അതുപോലെ തന്നെ തുടർന്നും വന്നത് ആ മണ്ണാണ്. ആ മണ്ണും വെള്ളവും അതുപോലുള്ള കാര്യമാണ്. അതായത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തു വെച്ച മണ്ണ് അവിടെ തന്നെ കിടക്കേണ്ടി ഇപ്പോഴും അതും ഉൾപ്പെടെ എല്ലാം മാറ്റേണ്ടിയാണ്.